ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വിമർശിക്കാനോ വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല. ഒരു പബ്ലിക് അവയർനെസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. കാരണം ഇനി അങ്ങോട്ട് ഓണം വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷനായി, പിന്നെ വർഷാവസാന പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അവധിയൊക്കെ കിട്ടാൻ പോകുന്ന സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സമയങ്ങളിലാണ് കുട്ടികളെ കൊണ്ട് പാരൻസ് അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോകുന്നത്. അതിപ്പോൾ വണ്ടർല ആയിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ണൂരുള്ള വിസ്മയ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പാർക്കുകളുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഹാപ്പി ലാൻഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് ഇവിടുത്തെ റൈഡുകളിൽ കയറും. എല്ലാം സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം ഇന്നലെ ഫേസ്ബുക്കിൽ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്നൊരു പേജുണ്ട്. അതിനകത്ത് അത്യാവശ്യം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വരുന്നൊരു പേജാണ്. ഒരുപാട് നന്മകൾ ചെയ്യുന്നൊരു പേജാണ്. ആ പേജിൽ ഇന്നലെ വന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു കാര്യം സംസാരിക്കാനുള്ള റീസൺ. മറ്റൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരൻ ആള് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്ന് ഫ്രണ്ട്സുമായിട്ട് വണ്ടർലയിൽ, നമ്മുടെ എറണാകുളത്തുള്ള പഴയ വീഗാലാൻഡ്, അതായത് കൊച്ചൗസേബ് ചിറ്റ്ലപ്പള്ളി അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള വീഗാലാൻഡ് ഇപ്പോൾ വണ്ടർലയിൽ എൻജോയ്മെന്റിന് വേണ്ടി പോയതാണ്. ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നത് അവന്റെ കൈക്ക് പരിക്കുമായിട്ടാണ്. ഒരു റൈഡിൽ കയറിയതിന്റെ പേരിൽ ഉണ്ടായ ഒരു ചെറിയൊരു ആക്സിഡന്റ്. പക്ഷേ അത് ചെറുതായിരുന്നില്ല. നമുക്കെന്തായാലും ആ ആക്സിഡന്റിനെ കുറിച്ചും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ആ ചെറുപ്പക്കാരൻ തന്നെ പറയുന്ന ഒരു വീഡിയോ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഉപാസന ഹോസ്പിറ്റലിന്റെ വാർഡിനുള്ളിലാണ്. ഇത് നൗഫല് ഗൾഫിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ലീവിന് നാട്ടിൽ വന്നപ്പോൾ കൂട്ടുകാരുടെ ഒത്ത് വണ്ടർലയിൽ പോയി വണ്ടർലയിൽ ഓരോ റൈഡ് കയറിക്കൊണ്ടിരിക്കുമ്പോഴും നൗഫലിന് ഒരു അപകടം പറ്റി. വണ്ടർലയിലുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ നൗഫലിനെ അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് ചെക്ക് ചെയ്തിട്ടു അവർ നൈസായിട്ട് മുങ്ങി. 1000 രൂപ മാത്രം വണ്ടർലയ്ക്ക് ചെലവ്. ഈ അവസ്ഥയിലായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് നോക്കിക്കോളാന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ വാർത്ത പുറത്തറിഞ്ഞിട്ടില്ല, അറിയിക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ആരും മിണ്ടില്ല, അറിയില്ല എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വീണ്ടും വരും. ഇത് അപകടത്തിൽ പെടുമ്പോൾ ഇവരെങ്ങനെയും ഇത് ഒതുക്കി തീർത്ത് അവർ വീണ്ടും ഈ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ പരസ്യമായിട്ട് നടക്കും. ഇവർക്കെതിരെ ഒരു ചാനലും ഒരു ദൃശ്യമാധ്യമങ്ങളും ഇവർക്കെതിരെ ന്യൂസ് കൊടുക്കില്ല. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഓരോ ചാനലിനും ഇവർ ഈ ഫണ്ട് ചെലവാക്കുന്നത് പരസ്യത്തിന് വേണ്ടി. പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഇനി ഇതുപോലുള്ള റൈഡുകളിലും മറ്റും കയറാൻ വണ്ടറിലേക്ക് ആരും വരണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. നമ്മുടെ ഉപാസന ഹോസ്പിറ്റലിൽ അവിടെ ഓപ്പറേഷൻ കൂടാതെ നൗഫലിന് ചിലവായ ബില്ലാണിത്. ഇപ്പോൾ ഈ 18-ാം തീയതി വരെ ചിലവായത് 23,652 രൂപ ചിലവായിട്ടുണ്ട്. ഈ 1000 രൂപ കൊടുത്ത് മുങ്ങിയ വണ്ടർലയുടെ ആൾക്കാർ ഇത് കാണണം. ഒരുപാട് ചിലവുകൾ ഇനിയും ഉണ്ട്. നിങ്ങളിത് കാണാതെ പോരുത്. കാണാതെ പോയാൽ ഇത് മാത്രമായിരിക്കില്ല, ഇനി കൂടുതൽ പ്രതിഷേധം ഉണ്ടാവും. നിങ്ങളുടെ വണ്ടർലയുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. എറണാകുളം വണ്ടർല ഇങ്ങനെ പോയതായിരുന്നു. അന്നേരം ലാസ്റ്റത്തെ റൈഡിൽ കയറിയപ്പം അവർ റൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന വഴിക്ക് പറ്റിയതാണ്, പോയി ഇടിച്ച. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എല്ലാം നോക്കിയിരുന്നു. എത്ര ദിവസമായി ഈ സംഭവം നടന്നിട്ട്? ഇപ്പം നടന്നിട്ട് ആഗസ്റ്റ് 15-നാണ് നടന്നത്. ഓഗസ്റ്റ് 15-ന്. അന്നേരം അവർ വന്നായിരുന്നു. അന്നേരം എനിക്ക് ബോധമില്ലായിരുന്നു. അന്നേരം ഫ്രണ്ട്സൊക്കെ അവർ വന്നായിരുന്നു. അന്നേരം അവർ നോക്കി. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവർ വിട്ടായിരുന്നു. എക്സ്റേ എടുത്തായിരുന്നു. എക്സ്റേ എടുത്ത് മാത്രമേ ഉള്ളൂ. ഏകദേശം 1000 സംതിങ് ഉണ്ടായി ചിലവായി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അന്നേരം എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഒടുവുണ്ട്, അന്നേരം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അന്നേരം ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ എനിക്കിപ്പം ഈ 1-ാം തീയതി കയറി പോകണ്ടേ. ഞാൻ ഗൾഫിലാണ്. അന്നേരം 1-ാം തീയതി എനിക്ക് പോകേണ്ടതാണ്. അന്നേരം അത് നീട്ടി വെച്ച് ജോലിയെല്ലാം പോകുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. വണ്ടർലയിൽ നാട്ടിലേക്ക് വെക്കേഷൻ ആഘോഷിക്കാൻ വന്നൊരു ചെറുപ്പക്കാരൻ ശരിക്കും തിരിച്ചു വന്നത് സങ്കടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലാണ്. പാവപ്പെട്ടൊരു ഫാമിലിയാണ്. കാരണം അച്ഛൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കിടക്കുകയാണ്. ഉമ്മ സംസാരിക്കുന്നുണ്ട്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അച്ഛൻ കിടക്കുന്നു. ഇദ്ദേഹം പുറത്തേക്ക് ഈ 1-ാം തീയതി തിരിച്ചു പോകേണ്ടതാണ്. നെക്സ്റ്റ് മന്ത് 1-ാം തീയതി തിരിച്ചു പോകേണ്ടതാണ്. വണ്ടർലയിൽ ഈ പരിക്ക് പറ്റിയതിന് ശേഷം കാണിച്ച ഹോസ്പിറ്റലിൽ എക്സ്റേ എടുത്തിട്ട് അവരെ വിടുകയാണ് ചെയ്തത്. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് സർജറി വേണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെന്റിൽ തന്നെ 23,000 രൂപയോളം ചിലവായിട്ടുണ്ടെന്ന് ബില്ല് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സർജറിക്ക് വേണ്ടി ഏകദേശം 1 ലക്ഷം രൂപയോളം ചിലവ് വരും. നിസ്സാരം ഒരു 1,500 രൂപ നിസ്സാരം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത്രയും ഒരു തുക കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ആ ചെറുപ്പക്കാരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇയാൾ തിരിച്ചു പോയിട്ട് വേണം അയാൾക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാൻ.
ആ സമയത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും, ടിക്കറ്റ് എടുത്ത കാശ് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ കുറേയധികം നഷ്ടങ്ങൾ ആ ചെറുപ്പക്കാരൻ സഹിക്കേണ്ടി വരും. ഇത് യഥാസമയം വണ്ടർലയിൽ അറിയിക്കാത്തത് കൊണ്ടാണോ, അതോ ആദ്യം വണ്ടർലയിലുള്ള ആൾക്കാർ വന്നിട്ട് ഈ എക്സ്റേ എടുക്കാനുള്ള ചാർജും അവിടെയുള്ള ഹോസ്പിറ്റൽ ചിലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരുടെ വഴിക്ക് പോയതാണോ? അങ്ങനെ പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇവർ ഫർദറായിട്ട് അവരെ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല, അങ്ങനെ ആരും കാണുകയും ചെയ്യരുത്. ഇപ്പോൾ കൊച്ചോസഫ് ചിറ്റലപ്പള്ളി അദ്ദേഹം ഇത് അറിയുന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരനെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പൊതുജനങ്ങളോടൊരു റിക്വസ്റ്റ്, കുട്ടികളെയും കൊണ്ട് ഇതുപോലുള്ള റൈഡുകളിൽ കയറുമ്പോൾ അവർക്ക് അത്രയും സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കയറാവൂ. കാരണം പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര സംഭവമായിരിക്കും, പക്ഷെ നമ്മുടെ ജീവൻ പണയം വെച്ച് ഇത്തരം സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഈ പറയുന്ന വണ്ടർലയിൽ ഞാനും പോയിട്ടുണ്ട്. പോയ സമയത്ത് ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്, പക്ഷേ മേളിലേക്ക് കയറുമ്പോഴാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രം വലുതാണ്. അത് ഇപ്പം ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടുത്തെ റൈഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വണ്ടർല മാത്രമല്ല, അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ ഉള്ള റൈഡുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അതൊക്കെ നോക്കി വേണം നമ്മൾ യൂസ് ചെയ്യാൻ, കാരണം നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. ഇത്തരം അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ നടത്തുന്ന ആൾക്കാർ അവരുടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാകുമായിരിക്കും, പക്ഷേ എല്ലാത്തിനും ഒരു പരിധികളുണ്ട്. നമുക്ക് വേണമോ വേണ്ടയോ എന്ന് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമുക്ക് പേടിച്ച് എന്തിനാണ് ഇത്തരം റൈഡുകൾ കയറാൻ പോകുന്നത്? ഒരുപാട് പേരുണ്ട് കയറി കഴിയുമ്പോൾ ഒച്ചത്തിൽ നിലവിളിക്കുന്ന ആൾക്കാർ, താഴ്ന്ന് കയറാൻ പേടിച്ച് കയറുന്ന ആൾക്കാരുണ്ട്. എന്തിനാന്നേ? അവനവൻ്റെ ജീവിതവും ജീവനും പണയം വെച്ചുകൊണ്ട് ഇത്തരം സാഹസികതയ്ക്ക് എന്തിനാ മുതിരുന്നത്? ഇവിടെ ഈ ചെറുപ്പക്കാരൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലീവ് എൻജോയ് ചെയ്യാൻ വന്നതാണ്, കൂട്ടുകാർക്കൊപ്പം അവിടെ പോയി എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാളുടെ കൈ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും, ബ്ലഡ് ക്ലോട്ടായിട്ട് കിടക്കുന്നു. ഇനി സർജറി വേണമെന്ന് പറയുന്നു. ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും അത് റിക്കവർ ആവാനായിട്ട്? ഇയാൾക്ക് സമയത്തിന് തിരിച്ച് കയറി പോകാൻ പറ്റുമോ? ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകളുണ്ട് അവിടെ. അയാളുടെ ലൈഫിന് എന്തായിട്ട് മാറും? ഇതിനുള്ള ഫണ്ട് എവിടുന്ന്? ഇപ്പോൾ ഈ പറയുന്ന വണ്ടർലാക്കാർ കൊടുത്തില്ലെങ്കിൽ ഈ ഫണ്ട് ഇവർ എവിടുന്ന് കണ്ടെത്തും? അപ്പോൾ ഇതെല്ലാം തുടങ്ങിയത് എവിടെ വെച്ചിട്ടാണ്? ഈ പറയുന്ന ഒരു എൻജോയ്മെൻറ്റിന് പോയതിൻ്റെ പേരിൽ ഇതൊന്നും വരുമെന്ന് വിചാരിച്ചല്ല പോകുന്നത്, പക്ഷേ സംഭവിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, സൂക്ഷിക്കുക. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത്. കുട്ടികളൊക്കെ ഒരുപാട് വാശി പിടിക്കും, വെള്ളത്തിൽ കളിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഇത്തരം റൈഡുകളിൽ കയറാനാണെങ്കിലും. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കയറ്റുക. എൻ്റെ മകൻ അവിടെ സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ മകൾ അവിടെ സേഫ് ആയിരിക്കും, ഈ റൈഡിൽ കയറിയാലും അവർക്കൊരു പ്രശ്നവും വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കയറ്റുക. ഉറപ്പില്ലെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ ജീവൻ വെച്ച് കളിക്കരുത്. അടുത്ത വീഡിയോ കാണാം.